പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തൊട്ടായിരുന്നു ചില ഗോത്ര സമുദായങ്ങളുടെ കലാരൂപങ്ങൾ കൂടി നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. അത്തരത്തിലൊന്നാണ് വയനാട്ടിലെ പണിയ സമുദായങ്ങളുടെ തനത് കലാരൂപമായ പണിയ നൃത്തം. അത് ഇത്തവണയും നമ്മുടെ കലോത്സവ വേദിയിൽ വേറിട്ട കാഴ്ചയാവുകയാണ്. കഴിഞ്ഞ തവണ ഞാനും തിരുവനന്തപുരത്ത് കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് ഈ പണിയ നൃത്തമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ചുവടുകളാണെങ്കിലും കൊട്ടാണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ അതിനൊരു വ്യത്യസ്തമായ താളമാണ്. അത് കണ്ടിരിക്കാൻ തന്നെ നമ്മളത് തീരുന്നവരെ ഇങ്ങനെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടിരുന്നു പോകും. അങ്ങനെയൊരു നൃത്തമാണ് ഈ പണിയ നൃത്തം എന്നൊക്കെ പറയുന്നത്. അത് പാലക്കാട് നിന്നുള്ള വിദ്യാർത്ഥികൾ ഇത്തവണ അവതരിപ്പിച്ചിരുന്നു പണിയ നൃത്തം. അതിന് ആസ്വാദകർ ഏറെയായിരുന്നു ഇത്തവണ കലോത്സവ വേദിയിലുണ്ടായിരുന്നത്. വയനാട്ടിലെ പണിയ സമുദായത്തിൽ നിന്നെത്തിയ അധ്യാപകന് തങ്ങളുടെ പാരമ്പര്യ കലാരൂപം കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിന്റെ സന്തോഷവും ന്യൂസ് 18നോട് പങ്കുവച്ചിരുന്നു. ആ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. വയനാട്ടെ ആദിവാസി സമൂഹത്തിന്റെ ഒരു കലാരൂപം പണിയ നൃത്തം കഴിഞ്ഞ വർഷം മുതലാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും അതൊരു മത്സര ഇനമായി കൊണ്ടുവന്നത്. ഇത് രണ്ടാം വർഷം ആ കലോത്സവത്തിൽ ആ ഒരു മത്സര ഇനം അരങ്ങേറിയതിനു ശേഷം നമ്മളോടൊപ്പം പാലക്കാട്ടെ കുറച്ച് കുട്ടികളുണ്ട്. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്? എ ഗ്രേഡ് കിട്ടും പിന്നെ? എത്ര ദിവസത്തെ പ്രാക്ടീസ് ആണ് നിങ്ങളുടെ? മാസങ്ങളായി. ഒരു സെപ്റ്റംബർ തുടങ്ങിയതാണ്. സാറ് വയനാട്ടിൽ നിന്ന് വന്ന് പഠിപ്പിച്ചു. ഇതിന്റെ ഒരു ഐതിഹ്യം അറിയോ നിങ്ങൾക്ക്? ഈ കലാരൂപത്തെ കുറിച്ചും എന്താണെന്നൊക്കെ നിങ്ങൾ അത്യാവശ്യമൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? രണ്ട് പോർഷനായിട്ട് നമ്മൾ കളിക്കാറ്. ഒന്ന് വട്ടക്കളി, പിന്നെ കമ്പളനാട്ടി. അതില് വട്ടക്കളി എന്ന് പറയുന്നത് ആഘോഷ ദിവസങ്ങളിലൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ കല്യാണത്തിനൊക്കെ കളിക്കുന്നതാണ്. പിന്നെ ഈ കമ്പളനാട്ടി എന്ന് പറയുന്നത് നമ്മൾ ഈ നടുണ ആ സമയത്ത് ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു നിങ്ങളുടെ ഈ ഇട്ടിരിക്കുന്ന ഓർണമെന്റ്സിനൊക്കെ വളരെ പ്രത്യേകതയുണ്ട് അല്ലേ? അതെ, ഞങ്ങള് തന്നെ ഉണ്ടാക്കിയതാണ്. ഈ ഈയവളയും കമ്മലും ഞങ്ങള് തന്നെ ഉണ്ടാക്കിയത്. പിന്നെ പുറത്ത് പറയുമ്പോ നമുക്ക് വാങ്ങിയതല്ല, നമ്മള് തന്നെ ഉണ്ടാക്കിയതാണ്. മഞ്ചാടിക്കുരു അല്ലേ? ഇത് പഴയ പൈസ അല്ലേ? 25 പൈസ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? സാറ് കൊണ്ടുവന്നതാണ്. വയനാട് സ്വദേശിയാണല്ലേ സാർ? നമുക്ക് സാറിനെ പരിചയപ്പെടാം. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ ഇതൊരു പഠിച്ചെടുക്കാന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു? ബുദ്ധിമുട്ടാണ്, ടാസ്കാണ് നമുക്ക് പഠിച്ചെടുക്കുന്നത്. സംഭവം നമുക്ക് ഈ സ്ലാങ് ഒക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാടുമ്പോ സ്ലാങ് വരണം. ഇവർക്ക് കുറെ നേരം കുരിഞ്ഞിന്ന് കളിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തില്. പിന്നെ കളിച്ച് വന്നപ്പോ ഇപ്പൊ ശരിയായി. ഇപ്പൊ ഞങ്ങളെല്ലാരും 2 സബ് ഡിസ്ട്രിക്റ്റും ഡിസ്ട്രിക്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും വേദനയൊന്നുമില്ല. ഇപ്പൊ എത്ര നേരം വേണമെങ്കിലും നിന്ന് കളിക്കാം അല്ലേ? എത്ര നേരം വേണമെങ്കിലും നിന്ന് കളിക്കും. കാരണം നമ്മൾ കുറെ ആയല്ലോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമ്മള് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നല്ല ഇടുപ്പ് ഫസ്റ്റ് ഒക്കെ, പിന്നെ അങ്ങനെ ശരിയാവും. എനിക്ക് നിങ്ങളുടെ മൂക്കൂത്തി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഉണ്ടാക്കിച്ചോ എവിടെ ഒന്നും കിട്ടാനില്ല. പഴയ കാലത്ത് ഉപയോഗിക്കുന്നോണ്ട് നമ്മൾ പറഞ്ഞ് ഇവിടെ ഒരാളുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് നമുക്കായിട്ട്. ഇതും നിങ്ങൾ തന്നെയാണ് കൊട്ടേണ്ടത് അല്ലേ? ഇത് കൊട്ടി പെർഫോം ചെയ്യണം. 3 പേര് കൊട്ടാൻ, ഒരാള് മറ്റേ ചീനം വായിക്കാൻ, ഒരാള് പാടും. എല്ലാവരും ഈ പാട്ട് പാടും? എല്ലാരും പാടി കളിക്കുന്നത് അല്ലേ? ഇത് പഠിച്ചെടുക്കാനും അല്പം ബുദ്ധിമുട്ടിയെന്ന് തോന്നുന്നു. അതെ, നല്ലോണം നല്ല ബുദ്ധിമുട്ടി. എന്നാൽ നമുക്ക് അധ്യാപകനെ കൂടി വിളിക്കാം. സാർ വരൂ. വയനാടുകാരനാണ്. അവരുടേതായിട്ടുള്ള ഒരു കലാരൂപം തന്നെയാണ്. സാർ, ആദ്യം തന്നെ ഈ ഒരു കലാരൂപം നമ്മുടെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ അഭിനന്ദനങ്ങൾ. എങ്ങനെയുണ്ട് ഈ ഒരു കലോത്സവത്തിൽ? കഴിഞ്ഞ വർഷമാണ് ഈ ഒരു കലാരൂപം കൂടി ഉൾപ്പെടുത്തിയത്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനൊരു പണിയഭാഗത്തിന് വേദിയിൽ കയറാനും ഈ പണിയ നൃത്തം അവതരിപ്പിക്കാനൊക്കെ കിട്ടിയതിന് ആദ്യം സർക്കാരിനോട് നന്ദി പറയുകയാണ്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ പാലക്കാട് ജില്ലയിലും ഇടുക്കി, വയനാട് നിന്ന് വരെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും സാധിച്ചു. ഇതൊരു മത്സരം എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഈ കലാരൂപം എത്തിക്കുക എന്നത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അതെ. പിന്നെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതൊന്ന് വയനാട് ജില്ലത്തെ പിന്നെ അതേപോലെ തന്നെ ഈ കുട്ടികൾ അത്രയും വൃത്തിയോടെ പണിയ നൃത്തത്തിനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ പൈസയൊക്കെ ഇത് പണ്ട് കാലങ്ങളിലാണ് കൂടുതൽ അമ്മമാരാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അത് കിട്ടാനില്ല. പല വീടുകളിലും പോയിട്ട് ഈ 25 പൈസ 10 പൈസ ഒക്കെ കളക്ട് ചെയ്ത് അത് തട്ടാന്റെ അടുത്ത് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കി വരുന്നത്. സാർ, അപ്പൊ വയനാട്ടിൽ നിന്ന് പാലക്കാട് വരും അല്ലേ കുട്ടികളെ ഇത് പഠിപ്പിക്കാൻ? അതെ അതെ. ആണോ? വളരെ ബുദ്ധിമുട്ടിയാണ് സാറ് നിങ്ങളെ അല്ലേ അടുത്ത് വന്ന് ഇത് പഠിപ്പിക്കുന്നത്. സാറ് എത്ര ദിവസം ഇവിടെ തങ്ങുമോ? പാലക്കാട് തങ്ങി? അതെ, ഞാൻ വന്നിട്ട് ചിലപ്പോ ഒരാഴ്ച
ചിലപ്പോൾ 3 ദിവസം ഒക്കെ നിന്നിട്ടാണ് പോവുക. കുട്ടികളും അതുപോലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട്, ടീച്ചറാണെങ്കിലും സാർമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും കട്ട സപ്പോർട്ടാണ്. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു പെർഫോമൻസ് കണ്ടാലോ? ഒരു ചെറിയ പോർഷൻ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് അവതരിപ്പിക്കോ? ഓക്കെ. മനോഹരമായിട്ടാണ് ഇവരിത് കളിച്ചത്. അവരുടെ മുഖത്തെ ചിരിയും ആ ഒരു താളവും ഒക്കെ എന്ത് രസമായിട്ടുണ്ടെന്നറിയാം. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്തായാലും നമ്മളിത് കാണാത്ത ആളുകൾക്ക് അല്ലെ, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നമ്മൾ സാധാരണ യൂട്യൂബിലോ അങ്ങനെയൊക്കെ കാണാറുള്ളൂ. പക്ഷെ ഇത് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ട്. എന്ത് സുന്ദരികളായിട്ടാണ് നിങ്ങൾ ചിരിച്ച് ഇത് പെർഫോം ചെയ്തപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതേ ഒരാള്, ഇതിന്റെ പേര് ചീനം. ഇത് എങ്ങനെ പഠിച്ചെടുത്തു? കുറച്ച് കഷ്ടപ്പെട്ടു പഠിക്കാൻ. നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം കഷ്ടപ്പെട്ടു. പെട്ടെന്ന് അവരിനെ പോലെ വായിക്കാൻ കിട്ടില്ല. എന്നാലും കുറച്ച് ശ്വാസമൊക്കെ നല്ലോണം ടഫ് ഉണ്ട് ചെയ്യാൻ. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് ചിരട്ട അല്ലേ? ചിരട്ടനെ വെച്ചിട്ട് അതിനെ ഇങ്ങനെ ഉരച്ച് അതിനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയതാണ്, കട്ട് ചെയ്തിട്ട്. പിന്നെ ഇത് പനയോല, അതിനെ കട്ട് ചെയ്തിട്ട് അതിലാണ് ഇത് വായിക്കാൻ ശബ്ദം വരുന്നത്. അതിലാണ് ഈ സൗണ്ട് വരുന്നത്. നല്ല അപ്പൊ ശ്വാസം നന്നായിട്ട് എടുത്ത് വായിക്കണം അല്ലേ? ഒറ്റ ശ്വാസത്തിന് കുറെ നേരം ഊതാൻ നോക്കണം. അത് കുറെ നേരം 5 മിനിറ്റ് ഒക്കെ ഊതുമ്പോഴേക്കും തളരും. സ്വാഭാവികമാണ്. സാറ് പഠിപ്പിച്ചെടുത്തു അല്ലേ? സത്യം സാറുള്ളതുകൊണ്ടാണ് പഠിച്ചത്. സാറിന്റെ ഓരോ ഇങ്ങനെ സാർ പറഞ്ഞു തരുമ്പോ പെട്ടെന്ന് കിട്ടും. സാർ വയനാടത്തെ സാറ് അപ്പോ ഓരോ ടൂണും പറഞ്ഞു തരുമ്പോ പെട്ടെന്ന് കിട്ടും. ഇത് തുടി. ഇതും എങ്ങനെ പഠിച്ചെടുത്തു? ഇത് എളുപ്പമാണോ? കാണുന്ന പോലെ അല്ല അല്ലേ? നമ്മൾ വിചാരിക്കും വെറുതെ ഇങ്ങനെ അങ്ങ് കൊട്ടിയാ മതി, പക്ഷെ അതല്ല, താളത്തിൽ തന്നെ കൊട്ടണം. നല്ല താളം വേണം. തെറ്റിക്കഴിഞ്ഞാൽ അത് പോയതാണ്. കൊറേ പ്രാക്ടീസ് ചെയ്ത് കൈയൊക്കെ നല്ല വേദന ഉണ്ടാവും. നന്നായി ചെയ്ത്. ഇത് എത്ര മിനിറ്റ് ആയി ഇതിന്റെ ഒരു ഡ്യൂറേഷൻ ഉള്ളത്? 13 മിനിറ്റ്സ്. അപ്പൊ ഈ 30 മിനിറ്റ് 13 മിനിറ്റ്. അപ്പൊ ഈ 13 മിനിറ്റും നിങ്ങൾ ഇങ്ങനെ കൊട്ടണം അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട്. വലിയൊരു എഫേർട്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഇതിലിടുന്നത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഈ ഒരു കലാരൂപത്തെ വീണ്ടും നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തി ഇത് 2ാമത്തെ തവണയാണ് ഇത് കാണാത്ത ആളുകളിലേക്ക് എത്തിക്കുന്നത്. തന്നെ വലിയ സന്തോഷമാണ്. അതിന് ഇവരുടെ അധ്യാപകരിടുന്ന അവരുടെ ഒരു പ്രയത്നവും അത് ചെറുതല്ല. പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു കലാരൂപമാണ്. അത് മറ്റിടങ്ങളിലേക്കും കൊണ്ടുവരിക, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് കൈമാറി അവരിത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷ കൂടി അവർക്കുണ്ട്. എന്തായാലും വളരെ മനോഹരമായ പണിയ നൃത്തമാണ് നമ്മുടെ ഈ കുട്ടികൾ കാഴ്ചവെച്ചത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.